ഒരുപാട് അനിമൽസും ബേർഡ്സും അവരുടെ ആക്ഷൻസൊക്കെ നിറഞ്ഞ ഈ ട്രിപ്പിലെ നമ്മുടെ മൂന്നാമത്തെ സഫാരിയാണ്. ആസാമിലുള്ള കസിരംഗ നാഷണൽ പാർക്കിലെ ബഗോരി അഥവാ വെസ്റ്റേൺ റേഞ്ചിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ക്രിഷ് വണ്ടർലസ്റ്റ്. രാവിലെ സഫാരി ഗേറ്റിൽ എത്തുമ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ വെയിറ്റിംഗ് ആയിരുന്നു. 7:30ക്കാണ് ഇവിടെയും സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിന് വളരെ അടുത്തായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അധികം സമയമൊന്നും എടുത്തില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്നൊരു സൺഡേ ആണ്. പേഴ്സണലി എലിഫൻറ്റ് റൈഡ് എനിക്ക് താല്പര്യമില്ല എന്ന് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രം എലിഫൻറ്റ് റൈഡ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് രാവിലെ. എലിഫൻറ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് 6 o'clock-നാണ്. 1 മണിക്കൂറാണ് ഡ്യൂറേഷൻ. ബഗോരി റേഞ്ചിലും സെൻട്രൽ സോൺ അഥവാ കൊഹോറയിലുമാണ് എലിഫൻറ്റ് റൈഡ്സ് ഉള്ളത്. ഏതായാലും റൈഡിന് പോയി തിരിച്ചു വന്ന അൻഫാജ് എലിഫൻസിനെ നന്നായിട്ട് പീഡിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇനി പോവില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കാട്ടിൽ ജീവിക്കേണ്ട ഒരു ജീവിയെ പിടിച്ച് ടൂറിസത്തിനായിട്ട് ഉപയോഗിക്കുന്നത്, അതും ജീവികളെ സംരക്ഷിക്കേണ്ട നാഷണൽ പാർക്കിൽ എന്നങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എലിഫൻസിൻ്റെ നട്ടെല്ല് മുകളിൽ നിന്നുള്ള വെയിറ്റ് താങ്ങാനായിട്ട് ഡിസൈൻഡ് അല്ല. നോർമലി ആനകൾ ചെയ്യുന്നത് പോലെ താഴെ നിന്നും വെയിറ്റ് എടുക്കുന്ന രീതിയിലാണ് അവരുടെ സ്പൈൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇന്നത്തെ സഫാരിയിൽ നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ് ഒരു കൂട്ടം വൈൽഡ് ബോർ അഥവാ നമ്മുടെ കാട്ടുപന്നിയാണ്. പെട്ടെന്ന് വണ്ടികൾ കയറി വന്നപ്പോഴേക്കും ഇവർ പേടിച്ചോടുന്നതാണ്. തൊട്ടടുത്ത് തന്നെ സ്പെഷ്യലായിട്ടൊരു കാഴ്ചയുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് പെയിൻറ് ചെയ്തിറക്കിയതുപോലെ ഒരു വൈൽഡ് വാട്ടർ ബഫല്ലോ നടന്നു പോകുന്നത് കണ്ടോ. ഇന്നത്തെ ചൂട് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെളിയുടെ കോട്ടിങ് അടിച്ച് പോകുന്നതാണ് ആള്. ദൂരെയായിട്ട് കാണുന്ന ആ ഒരു കപ്പോക്ക് മരത്തിൻ്റെ മേളിലിരിക്കുന്നത് സർപ്പൻറ്റികളാണ്. കപ്പോക്ക് എന്ന് പറയുന്നത് സിൽക്ക് കോട്ടൺ ട്രീ എന്ന് പറയുന്ന മരമാണ്. ആ ഒരു മരത്തിൽ തന്നെ 2 സർപ്പൻറ്റ് ഈഗിൾസും ഒരു നെസ്റ്റും ഉണ്ട്. പോകുന്ന വഴിക്ക് ഒരു റെഡ് ജംഗിൾ ഫൗളിൻ്റെ ഫീമെയിൽ വൈൽഡ് ബഫലോയുടെ ചാണകം ചിക്കിച്ചകഞ്ഞ് എന്തൊക്കെയോ കഴിക്കുന്നുണ്ടായിരുന്നു. ഇവരെപ്പറ്റി വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും കേട്ടോ. ഈ മരത്തിൽ കാണുന്ന പാടുകളില്ലേ, കടുവ ടെറിട്ടറി മാർക്ക് ചെയ്തേക്കുന്നതാണ്. ആ പാടിൻ്റെ ഹൈറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല സൈസുള്ളൊരു കടുവയാണ് ഇവിടെ ടെറിട്ടറി മാർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പാണ് കസിരംഗയിലെ എല്ലാ റേഞ്ചസിലും. ബഗോരി റേഞ്ച് എസ്പെഷ്യലി റൈനോസിൻ്റെ സൈറ്റിങ്സിനാണ് ഫേമസ് ആയിട്ടുള്ളത്. എന്ന് വെച്ച് ഇവിടെ വേറെ അനിമൽസ് ഇല്ല എന്നല്ല, പക്ഷേ റൈനോസിൻ്റെ സൈറ്റിങ്സാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ബഗോരി റേഞ്ചിലുള്ളൊരു വാച്ച് ടവറാണിത്. ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനുള്ള പെർമിഷൻ ഉള്ളത്. ബ്രഹ്മപുത്ര നദിയുടെ ഫ്ലഡ് റീജിയനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് അനിമൽസ് നമുക്ക് ചുറ്റും നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടുത്തെ എക്കോസിസ്റ്റം മുഴുവനായിട്ടും ഇങ്ങനെയുള്ള വാട്ടർ ബോഡീസുമായിട്ട് കണക്റ്റഡ് ആണ്. മറ്റുള്ള കാടുകളിൽ ഇതൊരു അപൂർവ കാഴ്ചയായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ ഒറ്റ ഫ്രെയിമിൽ പലതരം സ്പീഷീസ് നിൽക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. കയ്യിലൊരു ബൈനോക്കുലർ ഉണ്ടെങ്കിൽ ഈ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നാൽ ഒരുപാട് അനിമൽസിനെ നമുക്ക് കാണാം. ഇടയ്ക്ക് മരങ്ങളൊന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് വളരെ ദൂരത്തിലുള്ള അനിമൽസിനെ വരെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ബ്രഹ്മപുത്ര നദിയുടെ ഫ്ലഡ് പ്ലെയിൻസ് ആണ്. മൺസൂൺ സമയത്ത് ഇവിടെ വെള്ളം വല്ലാണ്ട് പൊങ്ങാറുണ്ട്. ആ സമയത്ത് ഈ ഒരു നാഷണൽ പാർക്ക് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കും. മിക്കവാറും മെയ് പാതിക്ക് ശേഷമാണ് പാർക്ക് ക്ലോസ് ചെയ്യുന്നത്.
ആ സമയത്ത് ഇൻസ്പെക്ഷനായിട്ട് വരുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടുകൾക്ക് മാത്രമാണ് ഇങ്ങോട്ട് എൻട്രി ഉള്ളത്. എല്ലാ വർഷവും ഫ്ലഡിൻ്റെ സമയത്ത് ഇവിടെയുള്ള അനിമൽസ് എല്ലാം ഹയർ ഗ്രൗണ്ട്സിലേക്ക് പോകാറുണ്ട്. ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ഹൈവേയിൽ വെച്ച് വരെ കാണുന്ന വീഡിയോസും മറ്റും ആൾക്കാർക്ക് കിട്ടുന്നത്. ഈ ഒരു സമയത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ റോഡ് ആക്സിഡൻസിൽ അനിമൽസ് മരിക്കുന്നത്. ഓരോ വർഷവും ഇവിടെ കയറിയ വെള്ളത്തിൻ്റെ ലെവൽ അവർ ഈ പില്ലറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇടത് വശത്തായിട്ട് കുറച്ച് റൈനോസ് നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ചെറിയൊരു കുഞ്ഞുണ്ടെന്നാണ് തോന്നുന്നത്, പക്ഷേ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. അമ്മ കരയിൽ നിന്നിട്ട് പുല്ല് മേയുന്നുണ്ട്. സൈസിൽ ചെറുതായിട്ട് ഒരെണ്ണം വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. മിക്കവാറും കുഞ്ഞ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഏതായാലും നമുക്ക് കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യാം. അത് റൈനോയുടെ കുഞ്ഞ് തന്നെയാണ്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും ചെറിയൊരു കുഞ്ഞിനെ കാണുന്നത്. ശരിക്കും നമ്മുടെ ഈ കാറും ബൈക്കും ഒക്കെ സ്കെയിൽ ഡൗൺ ചെയ്തൊരു മോഡൽ വരുമല്ലോ, അതേപോലെ തന്നെയാണ് തോന്നുന്നത്. കാരണം കൊമ്പില്ല എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. ശരിക്കും ഒരു മിനിയേച്ചർ റൈനോ. 15 മുതൽ 18 മാസം വരെ ജസ്റ്റേഷൻ പീരീഡിന് ശേഷമാണ് ഒരു റൈനോയുടെ കുഞ്ഞ് ജനിക്കുന്നത്. പ്രസവം കഴിഞ്ഞ് ഒരു 30 മിനിറ്റോടുകൂടി ഈ കുഞ്ഞ് റൈനോ എണീറ്റ് നിൽക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ജനിക്കുന്ന സമയത്ത് ഏകദേശം 35 മുതൽ 65 കിലോ വരെയൊക്കെ ഇവർക്ക് ഭാരം വരാറുണ്ട്. 1 ഹോൺ റൈനോസ് പെട്ടെന്ന് വളരാറുണ്ട്. ഏർലി സ്റ്റേജസിൽ ഒരു ദിവസം 4 പൗണ്ട് വരെയൊക്കെയാണ് ഇവരുടെ ബോഡി വെയ്റ്റ് കൂടുന്നത്. ആനയെപ്പോലെ റൈനോസും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെയധികം പ്രൊട്ടക്റ്റീവാണ്. ആദ്യത്തെ ഒരു 2 മുതൽ 4 വർഷം വരെ ഇവർ വളരെയധികം പ്രൊട്ടക്റ്റീവ് ആയിരിക്കും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ കുഞ്ഞുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കസിരംഗയിലെ ഒരു സോണിലും വാട്ടർ ബോഡീസിന് യാതൊരു കുറവുമില്ല. അതുകൊണ്ട് എല്ലാ വശത്തും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അനിമൽസിനെ കാണാൻ കിട്ടാറുണ്ട്. അത്യാവശ്യം വെയിൽ വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം എല്ലാ അനിമൽസും വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങിക്കിടക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ കാണുന്നത് സ്വാം ഡിയർ, വാട്ടർ ബഫല്ലോ, റൈനോയൊക്കെ തന്നെയാണ്. ഞങ്ങളുടെ ഗൈഡും ഡ്രൈവറുമായിട്ടുള്ള മോത്തിയൂറുണ്ടല്ലോ, പുള്ളിക്ക് അത്യാവശ്യം ഒരു ഫോട്ടോഗ്രാഫിക് സെൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല ഫ്രെയിംസ് കണ്ടാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും പുള്ളി വിളിച്ച് കാണിച്ചു തരുമായിരുന്നു. വെള്ളത്തിലെ ആനിമൽസിൻ്റെ റിഫ്ലക്ഷൻ വരുന്ന ഫ്രെയിംസ് പുള്ളിയുടെ ഒരു വീക്ക്നെസ്സാണ്. ഈ മന്ദം നടന്നു പോകുന്ന ആളിനെ കണ്ടോ? ഇതാണ് കരിങ്കൊക്ക് എന്ന മലയാളത്തിൽ വിളിക്കുന്ന ബ്ലാക്ക് നെക്ഡ് സ്റ്റോക്ക്. നോർമലി വെറ്റ്ലാൻഡ്സിലാണ് ഇവരെ കൂടുതൽ കാണുന്നത്, പക്ഷേ കേരളത്തിൽ വളരെ അപൂർവമായിട്ട് കാണാറുള്ളൂ. ആദ്യം ഞങ്ങളെല്ലാം വിചാരിച്ചത് ഈ കിടക്കുന്നത് ഒരു കല്ലാണെന്നാണ്. അടുത്തെത്തിയപ്പോഴാണ് റൈനോ ആണെന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്. ആശൻ്റെ പതുങ്ങിയുള്ള നിൽപ്പൊക്കെ കാണുന്ന സമയത്ത് ഇപ്പോൾ ഒരു മീനിനെ പിടിക്കുമെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ വെറുതെയാണ്. $130+ होंगे ना? പുള്ളിച്ചുണ്ടൻ കൊതുമ്പനം, ഇതാണ് ഈ കാണുന്ന ആളിൻ്റെ മലയാളത്തിലെ പേര്. ഇംഗ്ലീഷിൽ സ്പോട്ട് ബിൽഡ് പെലിക്കൻ അഥവാ ഗ്രേ പെലിക്കൻ എന്നാണ് വിളിക്കുന്നത്. ഇവരുടെ കൊക്കിൽ കാണപ്പെടുന്ന പുള്ളികളാണ് പേര് വരാനുള്ള റീസൺ. ഇന്ത്യയിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു വാട്ടർ ബേർഡാണ്. കേരളത്തിലും നമുക്കിവരെ സ്പോട്ട് ചെയ്യാൻ ഈസിയാണ്. പെയിൻറ്റഡ് സ്റ്റോക്ക് പോലെയുള്ള മറ്റുള്ള വാട്ടർ ബേർഡ്സിൻ്റെ കൂടെ മരത്തിൽ കൂട് കൂട്ടുന്ന ശീലമുണ്ട് ഇവർക്ക്. വിൻ്റർ സീസണിൽ കുമരകം ബേർഡ് സാങ്ച്വറിയിൽ ഇവർ കൂട്ടമായിട്ട് കാണപ്പെടാറുണ്ട്.
പുള്ളി മീൻകുത്തി എന്ന് വിളിക്കുന്ന പൈറ്റ് കിങ് ഫിഷറാണ് ഈ ഇരിക്കുന്നത്. കസിരംഗയിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ബേർഡാണ്. സെക്കൻഡിൽ 10 തവണ വരെ ചിറകടിച്ചിട്ട് ഇവർ വെള്ളത്തിന് മുകളിൽ ഹോവർ ചെയ്ത് നിന്നാണ് മീനിനെ വീക്ഷിക്കുന്നത്. എന്നിട്ട് ഒറ്റയടിക്ക് വെള്ളത്തിനകത്തേക്ക് പോയി മീനിനെ പിടിച്ച് പൊങ്ങിപ്പോവാണ് ചെയ്യുന്നത്. ഇവരുടെ ഫെതേഴ്സിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ കാരണം ബാക്കിയുള്ള കിങ് ഫിഷേഴ്സിനെ പോലെ ഇവർക്ക് ഒളിഞ്ഞിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് റഡി ഷെൽഡക്. മലയാളത്തിൽ ചക്രവാകം, തങ്കത്താറാവ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഈ കളർ കോമ്പിനേഷൻ കാരണം ബ്രാഹ്മണി ഡക്ക് എന്നും ഇവർക്ക് വിളിപ്പേരുണ്ട്. റെയറായിട്ട് മാത്രം കിട്ടുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഇവിടുത്തെ ബിഗ് 5 സ്പീഷീസിലുള്ള 3 എണ്ണം ഒറ്റ ഫ്രെയിമിൽ ഒരേ സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. ആ വെള്ളത്തിൽ ഓൾറെഡി റൈനോയും അതുപോലെ വൈൽഡ് ബഫലോയും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ആന ക്രോസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ചെറിയ കൊമ്പുള്ള ഒരു കൊമ്പനാനയാണ്. നല്ലൊരു ഫൈറ്റാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ അവിടെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. വൈൽഡ് ലൈഫിൻ്റെ കാര്യത്തിൽ എപ്പോഴും സൈസ് മാറ്റേഴ്സ്. കരയിലെ ഏറ്റവും വലിപ്പം കൂടിയ ജീവിയായിട്ടുള്ള ആനയെ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന റൈനോസറസ് ഒക്കെ ബഹുമാനിക്കുന്നത് കണ്ടോ. അവർ വഴി മാറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കസിരംഗയിൽ അങ്ങനെ ഈ ഹെർബിവോറസ് ആയിട്ടുള്ള അനിമൽസ് തമ്മിൽ വലിയ ഫൈറ്റ് ഒന്നും ഉണ്ടാവാറില്ല. സ്പീഷീസിന് ഉള്ളിലുള്ള ടെറിട്ടോറിയൽ ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും 2 ഡിഫറെൻറ്റ് സ്പീഷീസ് തമ്മിലുള്ള ഫൈറ്റുകൾ കുറവാണ്. മേ ബി ധാരാളം ഫുഡും വെള്ളമൊക്കെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ടായിരിക്കാം. ഇന്ത്യൻ മോണിറ്റർ ലിസാർഡ്, അതായത് ഉടുമ്പ്, താഴെ ഏതെങ്കിലും മുട്ട കിടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നതാണ്. ഇവർ ഈ ടേർട്ടിൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ക്രോക്കോഡൈൽസിൻ്റെ ഒക്കെ മുട്ട കഴിക്കുന്ന സ്വഭാവമുണ്ട്. ഫോർക്ക് പോലെ തോന്നിക്കുന്ന ആ നാക്ക് വെച്ചിട്ടാണ് ഇവരത് സ്മെല്ല് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ചാൻസ് കിട്ടുകയാണെങ്കിൽ ചെതൽപ്പുറ്റിൽ വരെ ഇവർ കയറിപ്പോകാറുണ്ട്. ചെതൽപ്പുറ്റ് ഇവർ മുട്ടയിടാനും യൂസ് ചെയ്യാറുണ്ട്. ഒന്നിന് പുറകെ ഒന്നായിട്ട് കാഴ്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഒരു റൈനോ നിൽക്കുന്ന കണ്ടിട്ടാണ് വണ്ടി ഒന്ന് സൈഡാക്കിയത്. നോക്കുമ്പോൾ അകത്തുള്ള എലിഫൻറ്റ് ഗ്രാസിൻ്റെ ഇടയിൽ നിന്ന് ഒരു വലിയ കൂട്ടം ആന ഇറങ്ങി വരുന്നുണ്ട്. ഇതാ ഒരു കുഞ്ഞാന കൂട്ടത്തിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ജനിച്ചിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല. എന്തായാലും ഇത്രയും ചെറിയ കുഞ്ഞുള്ളത് കൊണ്ട് എല്ലാവരും നല്ല അലേർട്ടായിട്ടായിരിക്കും നിൽക്കുന്നത്. കുഞ്ഞിൻ്റെ എൻട്രിയോടുകൂടി അവിടുത്തെ ടോട്ടൽ അറ്റ്മോസ്ഫിയർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആനകളെല്ലാം കൂടെ ഗ്രൂപ്പായിട്ട് നിന്ന് പതിയെ റൈനോയെ ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ത്രെട്ട് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ കണക്കാക്കിയിട്ടാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻസ്. ഏതായാലും റൈനോ അങ്ങനത്തെ സാഹസങ്ങളൊന്നും കാണിക്കില്ല എന്നുള്ള കാര്യം 100% ഷുവറാണ്. അങ്ങനെ ആനകളെല്ലാം കൂടി കൂട്ടം ചേർന്ന് പാവപ്പെട്ട റൈനോയെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. റൈനോ പതിയെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കാണ്. റൈനോ അവിടെ നിന്ന് പോയെന്ന് കൺഫേം ചെയ്തപ്പോഴേക്കും ആനക്കൂട്ടം നിന്ന് റിലാക്സ് ആയിട്ടുണ്ട്. ഇപ്പം പലരും പല സ്ഥലത്ത് നിന്ന് കുളിക്കുകയും വെള്ളം കുടിക്കുകയും അതുപോലെ കുഞ്ഞുങ്ങൾ പാല് കുടിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തെങ്കിലും തരത്തിലുള്ളൊരു ത്രെട്ട് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവർ നിൽക്കുന്ന ആ ടോട്ടൽ അറ്റ്മോസ്ഫിയറിലൊരു ചേഞ്ച് വരും. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ആനക്കൂട്ടം ഇപ്പോൾ എത്രത്തോളം റിലാക്സ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന്. ആനകൾ എപ്പോഴും ഒരു മാട്രിയാർക്കൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. കൂട്ടത്തിലെ ഏറ്റവും തലമൂത്ത പെണ്ണാനയായിരിക്കും ആ കൂട്ടത്തിനെ ലീഡ് ചെയ്യുന്നത്. കൊമ്പനാനകൾ ഒരു പ്രായം എത്തുന്ന സമയത്ത് കൂട്ടം വിട്ടു പോവുകയാണ് പതിവ്. ഏകദേശം 12 മുതൽ 15 വയസ്സൊക്കെ ആവുന്ന സമയത്താണ് ഇവരിങ്ങനെ മെച്യൂർ ആവുന്നത്. അതേസമയം പെണ്ണാന ആ സെയിം കൂട്ടത്തിൽ തന്നെയായിരിക്കും ജീവിതകാലം മുഴുവൻ കഴിയുന്നത്. കൊമ്പനാനകൾ പൊതുവേ ബാച്ചിലേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നടക്കാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ സോളിറ്ററി ലൈഫായിട്ടാണ് അവർ ജീവിതകാലം മൊത്തം കഴിയുന്നത്. മേറ്റിങ്ങിൻ്റെ സീസൺ ആവുന്ന സമയത്ത് അവർ വേറെ ഏതെങ്കിലും ഒരു ആനക്കൂട്ടത്തിലേക്ക് പോയി അവിടെയാണ് മേറ്റിംഗ് നടക്കുന്നത്. സ്വന്തം ഗ്രൂപ്പിലേക്ക് അവർ അടുപ്പിക്കാറുമില്ല, അവർ വരാറുമില്ല. ആനകൾക്ക് സ്വന്തം റിലേറ്റീവ്സിനെ തിരിച്ചറിയാനുള്ള നല്ല കഴിവുണ്ട്. അത് ഈവൻ ചരിഞ്ഞ ഒരു ആനയുടെ സ്കെലിറ്റനിൽ നിന്ന് പോലും അവരത് തിരിച്ചറിയാറുമുണ്ട്. കൂട്ടത്തിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അതിനെ ആ കൂട്ടത്തിലെ എല്ലാ ആനകളും ഒരുപോലെയാണ് നോക്കുന്നത്. അതിനെ നോക്കേണ്ടത് അമ്മയുടെ മാത്രം ചുമതലയല്ല. ഒരു അറ്റാക്കിനുള്ള ചാൻസസ് കാണുന്നുണ്ട്. 2 സൈഡിലും വണ്ടി നിൽക്കുന്നത് കാരണം ആളൊരല്പം വരണ്ടിട്ടാണ് നിൽക്കുന്നത്.
സമാധാനപ്രിയനായതുകൊണ്ട് അറ്റാക്ക് ചെയ്യേണ്ട ആൾ ഓടിക്കളഞ്ഞു. ബഗോറി റേഞ്ച് സെൻട്രൽ സോൺ ആയിട്ടുള്ള കൊഹോറ റേഞ്ചിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ മാറിയിട്ടാണ് ഇരിക്കുന്നത്. നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് റൈനോസിനെയാണ്. പക്ഷേ എന്നെ അതിലും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ലാൻഡ്സ്കേപ്സ് ആണ്. ഒരു രക്ഷയില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്സ് ആണ്. കേരളത്തിലൊക്കെ നമ്മൾ കാണുന്ന കാട് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യാനേ പറ്റുന്നില്ല. ഏഷ്യൻ പൈറ്റ് സ്റ്റാർലിംഗ് അല്ലെങ്കിൽ ഏഷ്യൻ മൈന എന്നൊക്കെ വിളിക്കുന്ന ബേർഡാണിത്. മലയാളത്തിൽ ഇതിന് അങ്ങനെ പ്രത്യേകിച്ചൊരു പേര് പറയാറില്ല. ചില ആൾക്കാർ കരിമ്പൻ വാലുകുലുക്കി എന്നൊക്കെ പറയാറുണ്ട്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ മെൻഷൻ ചെയ്ത റൈനോസിൻ്റെ കമ്മ്യൂണൽ ഡംപിൽ അതിലാണ് ഇവരിരുന്ന് ചിക്കി ചകയുന്നത്. ഇതിൽ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ, അവരെയൊക്കെ പിടിച്ച് കഴിക്കാനായിട്ടാണിത്. വെസ്റ്റേൺ റേഞ്ചിൻ്റെ വേറൊരു വശത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ ടൈഗർ സൈറ്റിംഗ് കിട്ടാൻ ചാൻസസ് ഉണ്ട് എന്നാണ് മോത്തിയൂർ പറയുന്നത്. സമയം ഏകദേശം ഉച്ചയോട് അടുക്കുന്നത് കൊണ്ട് ഈ വെയിലത്ത് അങ്ങനെ ഒരു ചാൻസ് വളരെ കുറവാണെന്നാണ് എൻ്റെ വിശ്വാസം. ബട്ട് സൈറ്റിങ്ങിൽ 1% എങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യുക എന്നുള്ളതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇൻഡോ ചൈനീസ് റോളർ, നമ്മുടെ നാട്ടിൽ കാണുന്ന ഇന്ത്യൻ റോളർ എന്ന് പറയുന്നൊരു ബേർഡുണ്ട്. അതിൻ്റെ കസിരംഗയിൽ കാണുന്ന ഒരു വേരിയൻ്റാണിത്. ഇന്ത്യൻ റോളർ അതായത് പനങ്കാക്കയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡോ ചൈനീസിന് കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ്സ് ആണ് വരുന്നത് ഫെദേഴ്സിലൊക്കെ. ഇതിനെ ബർമീസ് റോളർ എന്ന് വിളിക്കാറുണ്ട്. തിരിച്ചു വരുന്ന വഴിക്ക് വീണ്ടും ഒരു കൂട്ടം ആന നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ അവർ നിൽക്കുന്ന ടെറൈൻ വളരെ ഡിഫറെൻ്റാണ്. എലിഫൻറ്റ് ഗ്രാസ് ഉണങ്ങി നിൽക്കുന്ന ഒരു ഏരിയയാണ്. അതിനിടയിൽ ചെറിയ ചെറിയ കല്ല് നിൽക്കുന്നത് പോലെ ആന. ഈ ഗ്രൂപ്പിൽ ഏകദേശം 17 ആനകളുണ്ട്. ആന മാത്രമല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു വലിയ കൂട്ടം വൈൽഡ് ബഫലോസ് നിൽക്കുന്നുണ്ട്. लेकिन काजीरंगा में आके राइनो का फोटो नहीं लिया। राइनो तो आपको आज कितना दिखाया देखा? हम बोला ना आपको जितना राइनो चाहिए मैं उतना दे सकता हूँ आपको। आप राइनो का टेंशन मत लीजिए। लेकिन ये बियर फिर टाइगर उसके लिए बहुत मुश्किल है मिलना। ओह, ഈ കാണുന്ന 2 റോഡുകളും ലീഡ് ചെയ്യുന്നത് ആക്ച്വലി സഫാരി സോണിൻ്റെ പാർട്ടുകളിലേക്ക് തന്നെയാണ്. പക്ഷേ മഴ പെയ്തത് കാരണം അങ്ങോട്ടേക്കുള്ള എൻട്രി എല്ലാം ക്ലോസ്ഡ് ആണ്. സത്യം പറഞ്ഞാൽ ഈ റേഞ്ച് നമുക്കിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സഫാരി ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ വീണ്ടും ഒരു കൂട്ടം ആന. ജിപ്സി പോകുന്ന വഴിയിലേക്ക് ഇവർ പതിയെ പതിയെ മൂവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. പക്ഷേ ടൈം ഒരു വലിയ പ്രശ്നമാണ്.
മോത്തിയൂറാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ടൈം തീരാറായി, എത്രയും പെട്ടെന്ന് ഇറങ്ങിയാലേ 12 മണിക്ക് മുന്നേ തിരിച്ചു എത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെ. പക്ഷേ ഇത്രയും നല്ലൊരു സൈറ്റിംഗ് കിട്ടുമ്പോൾ എങ്ങനെ പോകുന്നത്? ഞങ്ങൾ നിർബന്ധിച്ച് കുറച്ച് സമയം പിടിച്ചു നിർത്തിയേക്കാണ് ഇപ്പോൾ. ഈ ആനകളൊന്ന് പെട്ടെന്ന് ഗ്രൂപ്പായി വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ ആനകളുടെ സ്വഭാവം അങ്ങനെയല്ല. അവർ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഓരോ സ്പേസിൽ മൂവ് ചെയ്യുന്നത്. ചിലപ്പോൾ മണിക്കൂറുകളോളം ഒരു സ്ഥലത്ത് നിന്ന് മേഞ്ഞിട്ടായിരിക്കും അവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടോ വയ്ക്കുന്നത്. ഏതായാലും പറ്റുന്നിടത്തോളം വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോഴാണ് മനസ്സിലായത് ഇത് ഏത് ഗ്രൂപ്പാണെന്നറിയാവോ? നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് റൈനോയെ ഓടിച്ചു വിട്ടിട്ട് അവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ ഗ്രൂപ്പില്ലേ, ആ ഗ്രൂപ്പാണ് നടന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. കൂട്ടത്തിൽ 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവർ കുറച്ചുകൂടെ അഗ്രസീവ് ആവാൻ ചാൻസ് ഉണ്ട്. ഫുൾ ഗ്രൂപ്പ് എത്താനായിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം ഇവരിപ്പോൾ സ്കാറ്റേർഡായിട്ട് അവിടെ ഇവിടെ ആയിട്ടാണ് നിൽക്കുന്നത്. പതിയെ ഒന്നൊന്നായിട്ട് വന്ന് കൂടുന്നതേ ഉള്ളൂ ഗ്രൂപ്പിനകത്ത്. അത് നമുക്കുള്ള വാർണിംഗ് ആണ് കേട്ടോ. അതായത് റോഡ് ക്രോസ് ചെയ്യാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നതെന്നുള്ള കാര്യം കൺഫേം ആണ്. നമ്മുടെ ജിപ്സി മാത്രമാണ് റോഡിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വഴി മാറിക്കോ, ഞങ്ങൾ വരുന്നുണ്ടെന്നുള്ള വാർണിംഗ് ആണ് ഇപ്പോൾ കേട്ട ആ സൗണ്ട്. ഏകദേശം ഫുൾ ഗ്രൂപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെന്തായാലും റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ അടുത്ത് സമയമില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് മോത്തിയൂർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ സഫാരിയുടെ വീഡിയോ ഇതോടുകൂടി തീരുകയാണ്. കസിരംഗയിലെ 4ാമത്തെ സഫാരി നമ്മൾ സെൻട്രൽ സോണിലാണ് എടുക്കുന്നത്. കാരണം ഇന്ന് മോർണിംഗിൽ അവിടെ ടൈഗറിൻ്റെ സൈറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. 4ാമത്തെ സഫാരിയുടെ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. സ്റ്റേ ട്യൂൺഡ്. അഡിയോസ് അമിഗോസ്.